ഹായ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചട്ടി നിറച്ച് എങ്ങനെയാണ് താമര പൂക്കൾ ഉണ്ടാക്കുന്നതെന്നും അതുപോലെ ആമ്പൽ തൈകൾ നടുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പരിചരണ മുറകൾ, കുറച്ച് ശുശ്രൂഷകളൊക്കെ അതിന് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് താമര പൂക്കളും ആമ്പലിൻ്റെ പൂക്കളൊക്കെ കാണാം കേട്ടോ. അപ്പം ആദ്യം അതിനായിട്ട് വേണ്ട നമ്മുടെ ഇതുപോലുള്ളൊരു പാത്രമാണ്. ഇത്ര വലുപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടി ചെറുതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ആമ്പലിനാണെങ്കിലും താമരയ്ക്കാണെങ്കിലും പാത്രം ആദ്യം വേണം. ഇത് നമുക്കൊരു ആമ്പൽ ഇങ്ങ് പറിച്ചെടുക്കാം. ആമ്പൽ ഇത് നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ചട്ടിയുടെ സൈഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ താമരയുടെ ഒരു ട്യൂബർ നമ്മളിങ്ങനെ പൊക്കിയെടുക്കുകയാണേ. ഇതിപ്പോൾ ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ്. കുറച്ചുകൂടിയൊക്കെ മണം വയ്ക്കും. ഇങ്ങനെ ഒരു ട്യൂബർ എടുത്തു. അപ്പം നമുക്ക് താമരയാണേലും ആമ്പലാണേലും നടാൻ ആദ്യമായിട്ട് ഇതുപോലൊരു ചട്ടിയാണ് വേണ്ടത്. അത് നമ്മളെടുത്തു. പിന്നെ ആദ്യം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടി ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ഉണങ്ങിയതായിരിക്കണം. അതിനകത്തുള്ള കല്ലൊക്കെ മാറ്റണം. അതിനുശേഷം അതിൻ്റെ മേളിലോട്ട് ഇതുപോലെ നല്ല ചുമന്ന മണ്ണാണെങ്കിൽ അതാണ് നല്ലത്. അത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂട്ടി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് നമ്മുടെ താമരയുടെ ട്യൂബർ. ഈ ട്യൂബറാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ മെല്ലെ ഒന്ന് മണ്ണ് വളഞ്ഞിട്ട് ഈ ഗ്രോ ടിപ്പുകൾ മേളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് കുറച്ച് മണ്ണിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഗ്രോ ടിപ്പ് ഇങ്ങനെ മേളിലായിട്ട് പൊങ്ങി നിൽക്കണം ഈ മുളകളെ. ഒരേ ചട്ടി തന്നെ നമുക്ക് ആമ്പൽ നടാം കേട്ടോ. ആമ്പലാണെങ്കിൽ ആമ്പൽ തയ്യാണെന്നുണ്ട് ഈ വേര് ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. വേര് വില മുട്ടയ്ക്കുള്ളതാണ്. അപ്പോൾ ഈ വേര് മാത്രമേ മണ്ണിൻ്റെ അടി വയ്ക്കാവുള്ളൂ. ഈ തണ്ടടക്കം ഇങ്ങനെ താഴോട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് വെക്കരുത്. എല്ലാവർക്കും ഉള്ള സംശയമാണ്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അത് ആമ്പൽ നടുന്ന നടുക്കാണേ. നടുക്ക് ഇതിൻ്റെ വേര് മാത്രം ഒന്ന് മണ്ണിലേക്കൊന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതിയേ. നിങ്ങൾ നടുക്കൊന്ന് വല്ല ഒന്ന് വെച്ച് കൊടുക്കുക. അതിൽ തണ്ടടക്കം മണ്ണിലേക്ക് താത്തി കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും കേട്ടോ. ഇത്ര മതിയേ. അപ്പോൾ ഒരേ ചട്ടി തന്നെ നമുക്ക് ആമ്പലും താമര എല്ലാം നടാൻ പറ്റുമേ. അതിന് ശേഷം നമ്മൾ ഒരു ഇല വെച്ച് ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇല വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഇലയിലേക്ക് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ആ മണ്ണെല്ലാം കലങ്ങും. അങ്ങനെ കലങ്ങാണ്ടിരിക്കാനാണ് ഇല പറിച്ച ഇലയിലേക്ക് നമ്മളിങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കുക. ഇതുണ്ട്. ഇത് മീൻ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു തീറ്റയാണ് കേട്ടോ. നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ നല്ലൊരു തീറ്റയാണ്. അത് മീൻ തിന്നുന്നുണ്ടോ ഓടി വരുന്നത് തിന്നുന്നേ. പിന്നെ ആസോള വളർത്തുവാണെങ്കിൽ ഒരു പിടുത്തം മതിയിട്ടാൽ നിറഞ്ഞാവുമേ. പെട്ടെന്ന് ഇതിങ്ങനെ പാത്രം നിറച്ചാവുന്നുണ്ട്. മീൻ നല്ല തിന്നുന്നുണ്ടോ പെട്ടെന്ന് തിന്നുന്നേ. എന്താ ഓടി വരുന്നുണ്ട് എല്ലാവരും. സിലിണ്ടർ പ്ലാന്റ്സ് ആട്ടോ. വാട്ടർ മൊസൈക്ക് എന്ന് പറയും. ഇത് നല്ലൊരു മഞ്ഞ കളറിലെ ചെറിയ പൂവൊക്കെ ഉണ്ടാവുമേ. ഇതിലേക്ക് ഒരു കഷ്ണം മതി ഇങ്ങനെ നിറച്ച്. ഇതിൻ്റെ ഇലയൊക്കെയാണ് ഇതിന് ഭംഗി കൂടുതൽ കേട്ടോ. എന്താ ഭംഗിയെന്ന് നോക്ക്. ഉണ്ടോ ഈ താമരയുടെയൊക്കെ ഒപ്പം തന്നെ നമ്മൾ ഇതും കൂടെ ഇടുവാണെങ്കിൽ ഇതൊക്കെ കാണുകയും ചെയ്യാം. കൊതുകുണ്ടാവാണ്ടിരിക്കും. പല ഗുണം കേട്ടോ. ഇതൊരു വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതുണ്ട്. ഇതിൻ്റെ തണ്ട് ഇങ്ങനെ നീണ്ടു വന്നിട്ട് ഇതുപോലെ വെള്ള പൂക്കൾ നിറച്ചുണ്ടാവുകയെ. ഇത് മഴ ആയതുകൊണ്ട് ഇതിങ്ങനെ ഇത് പോയതാണ്. ഇതാണ് ഇതിൻ്റെ മുട്ടയെ. ഇതിൻ്റെയൊക്കെ തയ്യ് ഇതാണ് ഇതിൻ്റെ തയ്യ്. ഇതിങ്ങനെ വേര് വന്നിട്ട് ഇതിൻ്റെ തൈകളൊക്കെ വേണ്ടവർക്ക് ഇതിൻ്റെ വാട്ടർ പ്ലാന്റ്സ് ഇതൊക്കെ നമ്മൾ അയച്ചു തരും കേട്ടോ. വേണ്ടവരൊക്കെ വിളിച്ചാൽ മതി. പിന്നെ ഇതാ വേറെ ഒരെണ്ണം. ഇതൊക്കെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. ഇതൊക്കെ വെള്ളത്തിൽ വളരുന്ന വാട്ടർ പ്ലാന്റ്സുകളാണ്. ഇതെനിക്കൊരു കഷ്ണം മതി. അത് നല്ലപോലെ ഉണ്ടല്ലോ ചട്ടി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ ഭംഗിയിൽ ഇങ്ങനെ തൂങ്ങി ഒരു കഷ്ണം നട്ടാൽ മതിയേ. ഇനി ഇത് പെന്നിവാട്ടർ ഇതുണ്ട്. ഇതിൻ്റെ ഇലയാണ് അതിൻ്റെ ഭംഗി. ഇതിലൊന്നും പൂവല്ല ഉള്ളത്. ചട്ടി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇലയ്ക്കാണ് ഇതിൻ്റെ ഭംഗി. ഇത് വേറൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇതുണ്ടോ നിറച്ച് ഇങ്ങനെ ചുരുണ്ട് ഇതിൻ്റെ ഇലയുടെ ഒക്കെ ഭംഗിയുണ്ട്. എന്താ ഇങ്ങനെ ചുരുണ്ടിരിക്കും. ഒരു കഷ്ണം ഇട്ടാൽ മതി. നിറച്ചങ്ങോട്ടാവേ. ഇത് മീൻ നല്ലൊരു തീറ്റ കേട്ടോ. ഇത് കണ്ടോ താമരകൾ നിർത്താണ്ട് ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴയായിട്ട്. ഇതൊക്കെ ഇതിന് മുമ്പ് വന്ന് ഇങ്ങനെ പൂവായിട്ട് പോയതാണ്. ഇനി ഇങ്ങനത്തെ ഉള്ളതൊക്കെ നമ്മൾ ഇതുപോലുള്ള ഇലകൾ ഈ ഉണ്ടായതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതെപ്പോഴും വൃത്തിയാക്കി വെക്കണം. ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ചാണ്. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റുവേ. ഇതുപോലെ നിൽക്കുന്നതൊക്കെ അപ്പോഴേ ഉണ്ടല്ലോ വീണ്ടും ഇതുപോലെ ഇങ്ങനെ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ മുട്ടും പൂവെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഇതിൽ നിന്ന് അതിൻ്റെ ട്യൂബർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർന്നു കഴിച്ച് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. വേണ്ടവർക്ക് ഓർഡർ ചെയ്തോ. ഞാൻ സാധനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഇതുണ്ട് ഒരു ചട്ടി തന്നെ നോക്കുക എത്ര മുട്ടുകളാണ് വേണ്ടത്. 1 2 3 4 5 ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇത് ചെറിയ അധികം പൊക്കം വയ്ക്കാത്തതായിരുന്നു താമരയാണേ.
കേട്ടോ ബോൾ താമരയായിട്ട് ചെറിയ ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. ചില താമരയ്ക്കുണ്ട് വിത്തുണ്ടാവും, വിത്തായിരിക്കും, ട്യൂബറും ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഇങ്ങനെ വിത്തും ഉണ്ടാവേ. ഇതാണ് അതിൻ്റെ വിത്തിട്ട് ഉണങ്ങിയത്, പൂ വന്നിട്ട് പോയതാണ്, ഇത് എടുക്കാൻ കിട്ടുന്നില്ല. ഇതാണ് ചില താമരയിലൊക്കെ ഇതുണ്ടല്ലോ, ഇത് വിത്തും ഉണ്ടാവും കേട്ടോ, ട്യൂബറും ഉണ്ടാവും, വിത്തും ഉണ്ടാവേ. ഇതാണ് അതിൻ്റെ വിത്തിട്ടോ, ഇതുപോലെ കണ്ടിനകത്ത് നിൽക്കുന്നുണ്ടോ, ഇതാണ് വിത്ത്. അപ്പോൾ വിത്ത് വേണ്ടവർക്ക് വിത്തും ട്യൂബർ വേണ്ടവർക്ക് ട്യൂബറും ഒക്കെ നമ്മൾ ആവശ്യം പോലെ നേരം പോലെ അയക്കാം കേട്ടോ. വേണ്ടവരൊക്കെ ഇത് കാണുമ്പോൾ ഓർഡർ ചെയ്തോ, ഏതൊക്കെ താമര വേണ്ടതെന്നൊക്കെ ഓൺലൈനിലൊക്കെ ഞാൻ അയക്കാവേ. ഇതൊക്കെ ചെറിയ ചെറിയ സൈസ് ലോട്ടസിൻ്റെയാണ്, ബോൾ ലോട്ടസിൻ്റെയാണ്, വിത്തുകളാട്ടോ എടുക്കാനുള്ളതാണ്. നിറച്ചും പൂത്തമാണ്, നിറച്ചും പൂത്ത. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നിറച്ചും ഇതൊക്കെ ഇതിൻ്റെ ഉണ്ടായതാണ്. 10-15 മുട്ടുകൾ ഒരുമിച്ച് വന്നതാണ് പൂക്കളെ. ഇതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇതിങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് പൂവുണ്ടാവുമേ. അങ്ങനെയാണ് ഇത് എപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വൈറ്റ് പിയോണിയാണേ, നമ്മുടെ മോണി സ്റ്റാറേ ഉണ്ടോ. വിത്തുകൾ എടുക്കാറായതാണ്. ഇങ്ങനെ പൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമുക്ക് രൂപ എടുക്കാൻ കിട്ടുന്നില്ല, ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്, ഇങ്ങനത്തെ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി അതായത് ഉണങ്ങിയ ഇലകളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മുടെ എംബാപ്പെ ലോട്ടസ് കണ്ടില്ലേ, നിറച്ചിങ്ങനെ പൂത്തുകൊണ്ടിരിക്കും കേട്ടോ. കിട്ടുന്നില്ല ഇതിൻ്റെ ട്യൂബർ എടുക്കാനേ. നോക്കാം, ഇതൊക്കെ പൂവൊന്നിങ്ങനെ പോയതാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം വരുന്നു, പോകുന്നു, എപ്പോഴും പോവാണേ, എപ്പോഴും ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ ചട്ടി നിറച്ചും പൂവുണ്ടാകുന്ന കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ നിറച്ച് അസോള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊതുക് ഉണ്ടാവുന്നുണ്ട്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കോഴിക്ക്, മീൻ, അതിനൊക്കെ നല്ല തീറ്റയായിട്ട് കൊണ്ട് ഈ അസോള നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. താമരയുടെ ട്യൂബറുകളോ ആമ്പലിൻ്റെ തൈകളൊക്കെ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവരെ ബൈ.